കാക്കുന്നു വാഴ്ത്തുന്നു താരാധീപന്മാർ നിന്നെ എമ്പുരാനേ. ഇതില് ഒരു റോ ഫൂട്ടേജ് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ദിവകണ്ട സ്ക്രീൻ വെള്ളമായിരിക്കും. അപ്പൊ ഞാനിതിങ്ങനെ കണ്ടിട്ട് ഞാൻ വായൊക്കെ പൊളിച്ച് അങ്ങനെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഇരുന്നപ്പോ ദിവകണ്ണ തിരിഞ്ഞു നോക്കി, അത് എന്താ പറ്റിയ എന്റെ പൊന്നിങ്ങനെ എന്താണ് ഉണ്ടാക്കി വെച്ചേക്കണത് സാധനത്തിലേക്ക് ആയിപ്പോയാ. ഇതിപ്പോ പാടി കഴിയുന്ന സമയത്ത് ഇപ്പം എന്തായാലും പൃഥ്വിരാജ് ഇത് കേൾക്കണം, ഓക്കെ പറയണം, അത് കേട്ടിട്ടുള്ള ആളെന്തായിരുന്നു റിയാക്ഷൻ, എന്തായിരുന്നു പറഞ്ഞത്? സോ ഫസ്റ്റ് ടൈം ആള് വെൻ ഹി ലിസൺ ടു വാസ് ലൈക്ക് ഇത് കൊള്ളാം, നമുക്ക് ലിറിക്സും കൂടി ആയിട്ട് ഇവൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. ട്രൈ ചെയ്ത് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര വർക്കായി. ട്രാക്ക് പാടി കഴിഞ്ഞിട്ടും ആ ഒരു മാജിക് വേണം എന്ന് എപ്പോഴും രാജു സാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ലാൽ സാറിന് അല്ലെങ്കിൽ ഇത് രണ്ട് ബിഗ് എം ഉണ്ടല്ലോ, മമ്മൂക്ക അല്ലെങ്കിൽ ലാൽ സാർ, ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാന്നുള്ളത് ഏതൊരു മലയാളി പാട്ടുകാരന്റെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളായിരിക്കും. കരിയറിൽ ഒരു ഗോഡ് ഫാദർ എന്ന് പറയണെങ്കിൽ ദീപക് ചേട്ടനെ പറയാം. ഞാൻ ദീപകേട്ടനെ ഗോഡ് ഫാദർ എന്നല്ല മെൻഷൻ ചെയ്യാൻ, ഞാൻ ദീപകേട്ടനെ എന്റെ എമ്പുരാനായിട്ടാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. ഞാനിപ്പോ കണ്ടതില് നമുക്ക് കുറച്ച് പുതിയ ആൾക്കാർ കലക്കം പരിപാടിയൊക്കെ വേണം. ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ആക്ച്വലി മറ്റേ കിളിയും കിളിക്കൂടൊക്കെ പോയ അവസ്ഥയിലേക്ക് ആയിപ്പോയി. എനിക്ക് കുറച്ച് നേരം എടുത്തു നിന്ന് റിയാലിറ്റി ആണെന്നുള്ളൊരു സംഭവത്തിലെത്താൻ. ഇവളായുൾ വീണ കേട്ടാലേ തടുമാനെ കൊன்றേനെ ഒരു മാലയിലെ വയലിനെ. എമ്പുരാന്റെ ട്രെയിലറിൽ ലാലേട്ടന്റെ ഇൻട്രോ സോങ്ങില് ബാക്ക്ഗ്രൗണ്ടിൽ എമ്പുരാനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ സിംഗറിന്റെ വോയിസ് കേൾക്കാം. ഒരു ഭയങ്കര അലർച്ചയോട് കൂടിയിട്ട് അദ്ദേഹം പാടണം. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഗൂസ് ബംസ് ആണ്. ലാലേട്ടൻ ഫാൻസിന് എന്തായാലും അത് ഇഷ്ടപ്പെട്ട ഒരു സീൻ തന്നെ ആയിരിക്കും. അത് പാടിയ സിംഗറാണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്ത്. ആനന്ദേട്ടാ, സ്വാഗതം. കൂടെ എൽവിൻ ചേട്ടനും കൂടെ ഉണ്ട്. കാരണം എനിക്കിന്ന് ഒരുപാട് പാട്ട് ഇവര് പാടിത്തരാൻ വേണ്ടി പോകുന്നുണ്ട്. എനിക്ക് ആദ്യം കേൾക്കണ്ട, എന്റെ ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ എനിക്ക് ആ ഈ ട്രെയിലർ കണ്ടോണ്ടിരിക്കുമ്പോ കിട്ടിയ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു വോയിസ്, എനിക്ക് ആ പാട്ടൊന്ന് ലൈവായിട്ട് കേൾക്കണം. ഡെഫിനറ്റ്ലി. സോ ഇതിപ്പോ പുതിയ വേർഷൻ അല്ല, ഇത് നമ്മുടെ പ്രീവിയസ് വേർഷൻ ആണ്. പക്ഷേ എംപുരാനെ കോറസ് പോർഷൻ അത് എന്തായാലും ഉണ്ടാവും. സോ വിൽ ഡു ഇറ്റ്. ഓക്കേ, യെസ്. നെഞ്ചിൽ കത്തും കാവൽ നാളമേ, ഈയാടും കാറ്റിൻ കണ്ണിൽ വാഴും മായാമന്ത്രമേ, മാറിപ്പെയ്യെ കാണാ കരയാളിത്തിരനീയെ, ഇരുളിൻ വാനിൽ വീഴും നീറാ സൂര്യനെ, എതിരെ ആയിരം എരിയും മാനിടം, അതിരിടങ്ങളോ അടർക്കളം, തേടുന്നു നോറ്റുന്നു കാക്കുന്നു വാഴ്ത്തുന്നു താരാധീപന്മാർ നിന്നെ എമ്പുരാനേ, 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 എമ്പുരാനേ. പൊന്നു, ആ ഫുൾ എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. കിട്ടുമായിട്ട് പാടിട്ടോ. ഞാൻ ഇതുവരെ കേൾക്കാത്ത ശബ്ദവും ഞാൻ ഇതുവരെ കാണാത്തൊരു മുഖമായിരുന്നു സത്യത്തിൽ ആനന്ദിന്റെ. പക്ഷെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്താണ് വിക്രം സാറിന്റെ തങ്കലാലിൽ പാടിയിട്ടുണ്ട്, തലവില് പാടിയിട്ടുണ്ട്, അമരില് പാടിയിട്ടുണ്ട്. ഇത്രയും നല്ല സിനിമകളുടെ ഭാഗമായിട്ടുള്ള ആളിപ്പം എമ്പുരാൻ റിലീസിന് അടുത്തപ്പോഴാണ്, അല്ലെങ്കിൽ ട്രെയിലർ വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സിംഗറിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഗുഡ് തിങ് ടേക്ക് ടൈം എന്നൊക്കെ പറയുന്ന പോലെ ഒരു നല്ല സമയം എത്തിയ പോലെയാണോ? ഉറപ്പായിട്ടും. ലുക്കിംഗ് ബാക്ക്, ഞാനൊരു 15 years 10th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് ഞാൻ ഇതിന്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുക. ലൈക്ക് പാട്ട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുള്ള സംഭവം. ഇപ്പൊ ഒരു 13 years ആയിട്ടുണ്ടാവും ഇപ്പൊ എന്റെ പുറകെ. 28. സോ എല്ലാ ചെറിയ സംഭവങ്ങളിൽ തൊട്ടിട്ട് എല്ലാം അനുഭവിച്ച് എല്ലാ പരിപാടികളും അറ്റൻഡ് ചെയ്ത് അതിന്റെ ഇടയിൽ ജോലിക്ക് കയറി. ലൈക്ക് ഇതെങ്ങനെ പോകുന്ന അറിയാത്തതുകൊണ്ട് എന്താ ടു കോൾ, ജോലി റിസൈൻ ചെയ്യാം, ഐ വിൽ ഗെറ്റ് ബാക്ക് ടു മൈ പാഷൻ. എന്റെ കരിയർ പാത്ത് ഇത് തന്നെ ആക്കണം. സോ ദ ജേർണി നമ്മൾ നോക്കിക്കഴിഞ്ഞാല്
ഒരുപാട് മറ്റേ ഇങ്ങനെ റോളർ കോസ്റ്റർ പോകുന്ന പോലെ പോകുന്നത്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ സ്ട്രഗിളിന്റെയും എല്ലാത്തിന്റെയും ഒരു ഫ്രൂട്ട് ഐ ഗെസ് ഇപ്പൊ ഐ എം എൻജോയിങ് ഇറ്റ് ആൻഡ് ഐ റിയലി ഫീൽ ആൻഡ് ഡൂയിങ് ജസ്റ്റിസ് ടുവേർഡ്സ് ഇറ്റ്. ആൻഡ് എല്ലാവരും ഇത് ലൈക്ക് ഉൾക്കൊള്ളുമ്പോഴും അത് ഇഷ്ടപ്പെടുമ്പോഴും ഓരോ കമന്റ്സ് വരുമ്പോഴും ഒക്കെ ഇറ്റ്സ് ഗെറ്റിംഗ് ഇൻസൈഡ് മൈ ഹാർട്ട്. ഭയങ്കര ഹാപ്പിയാണ് അത്. അങ്ങനെ ഫൈനലി ഇത്രയും വലിയൊരു സിനിമയുടെ തീം സോങ് പാടുന്നു. ഈ ഗായകനെ കുറിച്ചാണ് ആളുകൾ ഇപ്പൊ സംസാരിക്കുന്നത്. ഈ ഒരു മെയിൽ സോങ്ങിൽ തന്നെ ഫുൾ സോങ് സിനിമയിൽ കാണാൻ പറ്റുമോ? ഫുൾ സോങ് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. എനിക്കത് മൂവിയിൽ എങ്ങനെ പ്ലേസ് ചെയ്തേക്കുന്നത് എനിക്കറിയില്ല. ഐ ഗെസ് ഒരു വലിയൊരു പോർഷൻ അതിൽ വരുന്നുണ്ടാകണം. ചിലപ്പോൾ ഫുൾ സോങ് ഉണ്ടാവും, ചിലപ്പോൾ എന്തായാലും ഒരു ഹ്യൂജ് പോർഷൻ എന്തായാലും അതിലുണ്ട് ഈ സോങ്ങിന്റെ. ഇതിപ്പോ പാടിക്കഴിയുന്ന സമയത്ത് ഇപ്പം എന്തായാലും പൃഥ്വിരാജ് ഇത് കേൾക്കണം, ഓക്കെ പറയണം. അത് കേട്ടിട്ടുള്ള ആൾ എന്തായിരുന്നു റിയാക്ഷൻ, എന്തായിരുന്നു പറഞ്ഞത്? ഓ, പൃഥ്വിരാജ് സാറിന്റെ ആക്ച്വലി അതും ഒരു വലിയ പ്രോസസ്സാണ്. ഞാൻ നേരത്തെ ഇന്റർവ്യൂലെല്ലാം പറഞ്ഞിട്ടുണ്ടായി. ദീപക് സാർ എനിക്ക് വേണ്ടിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആസ് ഇൻ ലൈക്ക് ഞാൻ ആളായിട്ട് ഡയറക്ട്ലി കണക്ഷൻ ഇല്ല, എന്റെ റിലേറ്റീവ് അല്ല, അങ്ങനത്തെ ഒരു സംഭവമില്ല. പക്ഷെ ആൾ എനിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊരു വലിയ പാർട്ടാണ് ഈ എമ്പുരാനെ എന്ന് പറഞ്ഞൊരു സോങ് പൃഥ്വിരാജ് സാറിനെ കേൾപ്പിക്കാനും ആളത് ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കാന്നുള്ള സംഭവം. സോ ഇതിന്റെ ഫസ്റ്റ് ടൈം നമ്മൾ പാടുമ്പോഴത്തേക്കും ഇനി ലിറിക്സ് ഒന്നും ഉണ്ടായില്ല, ജസ്റ്റ് മെലഡി മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ കൂടി തന്നെ ഇറ്റ് ടുക്ക് അറൌണ്ട് 2.5 hours എന്തോ കൊടുത്ത് ഈ മെലഡി മാത്രം അത് പാടിക്കാൻ. കാരണം ജസ്റ്റ് ഒരു ട്രാക്കായിട്ട് പാടി കൊടുക്കുന്നതിനുപരി നിന്റെ വോയിസ് പുള്ളി ആദ്യമായിട്ടാണ് അത് കേൾക്കാൻ പോകുന്നത്. സോ ഇത് കേൾക്കുമ്പോൾ തന്നെ ആൾക്ക് ലോക്ക് ആകണം. വേറൊരു സാധനം പിന്നെ പുള്ളിക്ക് അതിൽ ചിന്തിക്കാൻ വരുന്നതായിട്ട് ആളെന്നെ ഇരുത്തി ആൾക്ക് വേണ്ട രീതിയിൽ ആ മെലഡി അതേപടി തന്നെ ലിറിക്സ് ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് തനനന എന്നുള്ളൊരു സംഭവത്തിൽ ഇത് മൊത്തം ചെയ്യിപ്പിച്ചെടുത്തു. സോ ഫസ്റ്റ് ടൈം ആള് വെൻ ഹി ലിസൺ ടു വാസ് ലൈക്ക് ഇത് കൊള്ളാം, നമുക്ക് ലിറിക്സും കൂടി ആയിട്ട് ഇവൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. ട്രൈ ചെയ്ത് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര വർക്കായി. പിന്നെ ഈ മൂവിയിലുള്ള എല്ലാ സോങ്സിന്റെയും ട്രാക്ക് ഞാൻ പാടിയിട്ടുണ്ട്. അപ്പൊ ആള് മെൻഷൻ ചെയ്തെന്ന് എന്റെ അടുത്ത് ഇന്നിപ്പോ ദീപകന്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ട്രാക്ക് പാടി കഴിഞ്ഞിട്ടും ആ ഒരു മാജിക് വേണം എന്ന് എപ്പോഴും രാജു സാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉഷാദിപ്പ് പാടിയതാണ് നമ്മൾ ആദ്യം കേൾക്കണത്. അതിന്റെ ഒരു മെയിൽ വേർഷൻ വരുന്ന സമയത്ത് എങ്ങനെ പാളിപ്പോന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു ആദ്യം? ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു സൈഡ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ദീദി പാടിയ പാട്ടാണ്. കാരണം ദീപക്കേട്ടന് എന്നിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നീ അത് ചെയ്തു എന്നുള്ള സമയം. അപ്പൊ ക്രിയേറ്റർക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനത് റണ്ടർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്കും ഈ പറഞ്ഞ പോലെ ദീദി ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സിംഗറാണ്. അപ്പൊ എന്റെയും വോയിസ് ഏറെക്കുറെ അങ്ങനത്തെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന പോലത്തെ ഒരു വോയിസ് ആണ്. സോ എനിക്ക് അങ്ങനെ ടെൻഷൻ ആസ്പെക്ട് ഉണ്ടായിരുന്നില്ല. എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു ആ ഒരു സംഭവം പാടാൻ. പിന്നെ ദീപകേട്ടൻ പറഞ്ഞത് ദീദി പാടി വെച്ചേക്കുന്നത് ആയിട്ട് നീ റണ്ടറേ ചെയ്യേണ്ട ആവശ്യമില്ല, നീ നിന്റെ വേർഷനിൽ പാടിയാൽ മതി, ആ പവറും ക്രഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടാണ് അങ്ങോട്ട് പാടിയാൽ മതി. സോ കംഫർട്ടബിൾ ആക്കിയായിരുന്നു മാക്സിമം. ആ വരികൾ കേൾക്കുമ്പോഴേ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ശബ്ദം, വളരെ ഇമോഷൻസ് അതിൽ വരുന്നുണ്ട്. ദീപക് ചേട്ടൻ നന്നായിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ ദീപക് ചേട്ടനെ കണ്ടുമുട്ടണേ? ദീപകേട്ടനെ കണ്ടുമുട്ടുന്നത് കൊറോണയ്ക്ക് തൊട്ട് മുന്നെയാണ്. അതായത് ആളുടെ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ ഒരു മൂവിയുടെ ഓഡിയോ ലോഞ്ചിന് ആളുടെ ബാൻഡ് പെർഫോം ചെയ്യുന്നുണ്ടായി. സോ ആൾക്കൊരു സിംഗറിനെ ലൈക്ക് പ്രാക്ടീസ് സെഷൻസിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സിംഗറിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ആ ടൈമിലാണ് 13AD ബാൻഡ് കേട്ടിട്ടുണ്ടാവുമല്ലോ. 13AD മസാല കോഫിയിലൊക്കെ വായിക്കുന്ന ബേസ് ഗിറ്റാറിസ്റ്റ് പോളിച്ചേട്ടൻ എന്നെ പ്രീവിയസ്ലി ഒരു ഷോയിൽ വെച്ച് കണ്ട് പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ പോളിച്ചേട്ടനാണ് എന്നെ ഫസ്റ്റ് ദീപുചേട്ടൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്യുന്നത്. ഇതേപോലത്തെ ഒരു സിംഗർ ഉണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് പോളിച്ചേട്ടൻ്റെ കോൾ വരുമ്പോഴത്തേക്കും ഞാൻ എന്റെ ക്ലാസ്സിലായിരുന്നു, ഞാൻ MBA ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കുസാരിൽ വെച്ചിട്ട് പോളിച്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ് ഇറങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ക്ലാസ്സിലാണ്, ദീപക് ദേവിന്റെ അടുത്തോട്ടാണ് പറഞ്ഞത്. ഇറങ്ങാം. ക്ലാസ്സിൽ കട്ട് ചെയ്ത് നേരെ കാർ കൊടുത്ത് നേരെ ദീപകേട്ടൻ്റെ അടുത്ത് ചെന്ന്, അന്നാണ് ഫസ്റ്റ് ടൈം ദീപകേട്ടനായിട്ട് മീറ്റ് ചെയ്യുന്നതും. അന്ന് ഫസ്റ്റ് ടൈം മോഹൻലാൽ സാറിന്റെ മുമ്പിൽ വെച്ചിട്ട് ഈ പാട്ട് എനിക്ക് പാടാൻ കഴിഞ്ഞു. അതിനുശേഷം ആളുടെ കൂടെ ഷാർജയില് ഷോ ചെയ്തു. ദീപകേട്ടന്റെ ബാൻഡിലെ ഒരു പാർട്ടാണ് ഞാനിപ്പോ. ആൻഡ് അന്ന് തൊട്ട് ദീപകേട്ടൻ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ദർ ഇസ് സംതിങ് ഇൻസൈഡ് യു. ഒരു ഫയർ ഉണ്ട്, ആ ഫയർ ഞാൻ ഒരു ദിവസം എല്ലാവർക്കും കാണിച്ചു കൊടുക്കും, അത് ഞാൻ എക്സ്പോസ് ചെയ്യും, ഞാൻ നിനക്കൊരു ബാങ്ങർ സാധനം തരുന്നുണ്ട്. എപ്പോഴാണെന്ന് വെച്ചാല് നീ റെഡി ആയിട്ട് നിന്നോളാം, കീപ് യുവർ ത്രോട്ട് റെഡി, കീപ് എവറിത്തിങ് റെഡി, ഞാൻ വിളിക്കും, വരിക, അത് ചെയ്തിട്ട് അങ്ങോട്ട് പോകണം, ഹെവി ആയിരിക്കും എന്നുള്ള സംഭവം. പക്ഷെ ഇത്രയും വലിയൊരു സംഭവം ആളുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല. ലൂസിഫർ കഴിഞ്ഞ് ഇപ്പൊ എംബ്രാൻ വരുമ്പോൾ നമ്മൾ ആ സിനിമക്കായിട്ട് കാത്തിരിക്കുകയാണ്, ആ ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഈ ഒരു സിനിമയില് ഈ ഒരു പാട്ട് പാടുന്നത്. അത് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിരുന്നു. അത് ഭയങ്കര സർപ്രൈസ് എലമെന്റ് ആയിരുന്നു. പക്ഷെ ആക്ച്വലി ദീപക്കേട്ടന്റെ ഇന്നത്തെ ആ പോസ്റ്റില് എഴുതി വെച്ചേക്കുന്ന പറഞ്ഞാൽ അന്ന് ഞാൻ അത് കണ്ടെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായി എമ്പുരാൻ പാടാൻ പോകുന്നത് ആളാണെന്നുള്ളത്. പക്ഷെ ആ സംഭവം എനിക്ക് അറിയത്തില്ല, എന്റെ അടുത്ത് പുള്ളി പറഞ്ഞിട്ടുമില്ല. ഒരു 6 months മുന്നെയാണ് പുള്ളി എന്നെ ഫസ്റ്റ് ടൈം എമ്പുരാന്റെ കാര്യം പറഞ്ഞ് വിളിക്കുന്നത്. സോ അന്നും എന്റെ അടുത്ത് പറഞ്ഞു, നീ ഇത് ആരുടെ ഇപ്പൊ പറയാൻ നിൽക്കണ്ട, കാരണം ഇത് ത്രൂ ആകൂ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം രാജു സാറിന് ഇഷ്ടപ്പെടണം, ബാക്കി ക്രൂവിന് ഇഷ്ടപ്പെടണം, അന്നലെ വർക്കായാലേ ഉള്ളൂ. സോ ആരടുത്തും പറയണ്ട, ഞാൻ വിളിക്കുമ്പോൾ നീ വന്നം, ഇത്
ഒന്ന് പെർഫോം ചെയ്തിട്ട് പോയിക്കോളും എന്നുള്ള സംഭവത്തിലായിരുന്നു. സോ അതന്ന് തൊട്ട് ഇങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ്, ആർക്കും പറയാണ്ട്. ലാസ്റ്റ് ഇപ്പോഴാണ് അതൊന്നും ബ്രേക്ക് ചെയ്യാനൊക്കെ പറ്റിയത്. പിന്നെ ഞാൻ ഒരു ഡൈ ഹാർഡ് മോഹൻലാൽ ഫാനാണ്, എന്റെ അച്ഛനും ഒരു ഡൈ ഹാർഡ് മോഹൻലാൽ ഫാനാണ്. സോ നമുക്ക് രണ്ടുപേർക്കും ആ ഒരു സാധനം ഉറപ്പായിട്ടും. പിന്നെ ലാൽ സാറിന് അല്ലെങ്കിൽ ഇത് രണ്ട് ബിഗ് എം ഉണ്ടല്ലോ, മമ്മൂക്ക അല്ലെങ്കിൽ ലാൽ സാർ, ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാന്നുള്ളത് ഏതൊരു മലയാളി പാട്ടുകാരന്റെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളായിരിക്കും. ആൻഡ് അതിലെ ഏറ്റവും വലിയ സിനിമയില് ട്രെയിലറിൽ ലാൽ സാറിനെ ഫസ്റ്റ് കാണിക്കുമ്പോഴത്തേക്കും എന്റെ വോയിസ് ആ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് അത് ആൾക്കാർക്ക് വർക്കായി എന്നുള്ള സംഭവം അടിപൊളിയാണ്. ഇപ്പോഴാണ് എനിക്കൊന്ന് ആനന്ദിന്റെ പാട്ടുകള് ആളുകള് ഈ പുള്ളിക്കാരൻ പാടിയ പാട്ടുകൾ ഏതാന്നൊക്കെ സെർച്ച് ചെയ്ത് കേൾക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് തങ്കലാലിന്റെ പാട്ട് ഞാൻ കേൾക്കണേ. അതൊന്നും എനിക്കൊന്ന് പാടിത്തരോ? തങ്കലാലിന്റെ പാട്ടല്ലേ? തങ്കലാനെ വെല്ലവാവ ആദിയോനെ. കരിയറിൽ ഒരു ഗോഡ് ഫാദർ എന്ന് പറയണെങ്കിൽ ദീപക് ചേട്ടനെ പറയാം. ഞാൻ ദീപക് ചേട്ടനെ ഗോഡ് ഫാദർ എന്നല്ല മെൻഷൻ ചെയ്യാൻ, ഞാൻ ദീപക് ചേട്ടനെ എന്റെ എമ്പുരാനായിട്ടാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. ഞങ്ങളത് ഇമാജിൻ ചെയ്യാട്ടോ, കാറിന്ന് ഇറങ്ങി ചേട്ടൻ ദീപക് ചേട്ടൻ എമ്പുരാനായിട്ട് വരുന്നത്. സീരിയസ്ലി ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, ദീപക് ചേട്ടൻ എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കും ദീപക് ചേട്ടനെ ഞാൻ കാണാൻ ഇടയായത്. കാരണം എനിക്ക് തോന്നുന്നില്ല വേറെ ആരും ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയെല്ലാം ചെയ്യുന്നില്ല. കാരണം ആളെന്നെ ആളുടെ എന്തോ സ്വന്തം ആളെ പോലെയാണ് ആളെന്നെ കൊണ്ടു നടക്കുന്നത്, എനിക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. എനിക്ക് ഇപ്പൊ പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴാണെങ്കിൽ അതിന്റെ കംഫർട്ടബിൾ റേഞ്ചിലാണ് ഞാൻ ഈ സാധനം സെറ്റ് ചെയ്തത്. കാരണം എനിക്ക് ഏറ്റവും ബെസ്റ്റ് സാധനം തരാൻ പറ്റിയിടത്താണ് ഞാൻ ഈ സംഭവം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ചെയ്യുന്നുള്ള ഒരു സംഭവമാണ്. എല്ലാ രീതിയിലും സപ്പോർട്ടിംഗ് ആണ്. ഒരു മെന്ററായിട്ടും ഒരു ബിഗ് ബ്രദർ ആയിട്ടും എല്ലാം ഒരു ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ടൊരു ആളാണ്. ഈ എമ്പുരാൻ റിലീസ് ആയതിനു ശേഷം ജീവിതം എങ്ങനെ മാറുമെന്നാണ് ശരിക്കും ചിന്തിക്കുന്നത്? അയ്യോ, എനിക്കറിയാം. ചിലപ്പോ നമ്മുടെ ആഗ്രഹം അതിലുണ്ടാവില്ലേ ശരിക്കും? എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ എമ്പുരാൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിന്റെ ഒരു കുറച്ച് പോർഷൻ ഓഫ് ആൾക്കാരെങ്കിലും നമ്മുടെ ബാൻഡിന്റെ കാര്യങ്ങൾ, നമ്മുടെ ബാൻഡ് ലിസണേഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒറിജിനൽ കോമ്പോസിഷൻസും കാര്യങ്ങളെല്ലാം അവർ കേൾക്കാൻ തുടങ്ങും. എന്റെ പ്രതീക്ഷയും ആഗ്രഹവും ആട്ടോ അത്. അപ്പൊ അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബാൻഡിന്, കാരണം നമ്മളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംഭവമാണ്, അതിലേക്ക് ഒരു പുഷ് ആയിരിക്കും. പിന്നെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റേഡിയത്തിൽ ലൈക്ക് നമ്മൾ തന്നെ കമ്പോസ് ചെയ്ത് നമ്മൾ തന്നെ എഴുതിയ ഒരു പാട്ട് പാടുമ്പോഴത്തേക്കും ആൾക്കാർ കൂടെ പാടുക എന്നുള്ളൊരു സംഭവമാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഒരു പാട്ടുണ്ടോ? ഈ കുറേയില് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ഉണ്ടോ? ഞങ്ങൾ റീസെന്റ് വയനാടിന്റെ ഇഷ്യൂ നടക്കുമ്പോഴത്തേക്കും ഞങ്ങൾ നാളെ എന്ന് പറഞ്ഞൊരു സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് യൂട്യൂബിലുണ്ട്, യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. കേൾക്കാൻ പറ്റോ? കിഴക്കറിയ കാടും മേടും മതിരേ, ഇരുകരയും ഇണയായി ചേരും അകമേ, ഒരു നാടിൻ മോഹമണഞ്ഞേ, നാം വാഴണ കൂടു തകർന്നേ, നടമാടിയ നായകനാണേ, വരമായി തന്നോരിടമാണ്. ഭയങ്കര ടാലന്റഡ് ആണ്. വെറുതെ അല്ല ദീപക് ചേട്ടൻ ഇങ്ങനെ കൊണ്ടു നടക്കാൻ കഴിവുണ്ട്, നമുക്ക് വ്യക്തമാണ്. ഇപ്പൊ അമരൻ എങ്ങനെയാ സംഭവിക്കണേ? ഇപ്പൊ അതില് എങ്ങനെയാ? ഓക്കെ, സോ അമരന്റെയും തങ്കലാന്റെയും ഞാൻ അതർ ലാംഗ്വേജസ് ആണ് പെർഫോം ചെയ്തേക്കുന്നത്. ലൈക്ക് കന്നഡ, ഹിന്ദി, തെലുഗു എല്ലാമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സോ അത് അശ്വിൻ സത്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ. ആള് GV പ്രകാശ് സാറിന്റെ മ്യൂസിക് പ്രോഗ്രാമറാണ്. അപ്പോൾ GV സാർ ഇങ്ങനത്തെ ഒരു സൗണ്ട് വേണം, അറിവിന്റെ കണക്റ്റഡ് ആയിട്ട് പോലത്തെ അതേപോലത്തെ ഒരു സൗണ്ട് വേണം എന്ന് ഇങ്ങനത്തെ ഒരു സിംഗർ ഇവിടെ ഉണ്ട്, നമുക്ക് അവനെ ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. ഒരു ട്രയൽ അടിച്ചു നോക്കി, ആൾക്ക് കംഫർട്ടബിൾ ആയിരുന്നു. സോ പിന്നെ എല്ലാ ലാംഗ്വേജും വന്നെ പാടിക്കോട്ടെ എന്നുള്ളൊരു സംഭവം വന്ന് അങ്ങനെയാണ് തങ്കലാനിലേക്കും അമരനിലേക്കും. അമരനിലെ രണ്ടുപേരി आजादी अब बदलेगा वक्त, आजादी अब कौन है नार, आजादी दरी नारी नारी, आजादी जी सर के उठा, आजादी अब बदलेगा वक्त, आजादी अब छोड़ेगा वक्त, आजादी दरी नारी नारी, आजादी जी सर के उठा. ഈ ശബ്ദം ഭയങ്കരമായിട്ട് ആളുകളിലേക്ക്
പെട്ടെന്ന് എത്തും. കാരണം ഒരു വെറൈറ്റി ശബ്ദം. നമ്മൾ പൊതുവെ ഇത്തരത്തിലുള്ള ഒരു പോപ്പ് സോങ് ഒക്കെ പാടാൻ ഇഷ്ടമുള്ള ആ ഒരു കാറ്റഗറിയാണ് ഇഷ്ടം. ഞാൻ ആക്ച്വലി കേട്ടതും ചെറുപ്പത്തിൽ കേട്ടതും ഞാൻ പാടാൻ ശ്രമിച്ചതെല്ലാം ഈ റോക്ക് സിംഗിങ്, മെറ്റൽ അങ്ങനത്തെ ഒരു ജോണറാണ് കേട്ടതും. പിന്നെ ഞാൻ ക്ലാസിക്കലി ട്രെയിൻഡ് ഒന്നും അല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ പാട്ടുകൾ തൊടാനും പോയിട്ടില്ല. കാരണം തൊട്ട് കഴിഞ്ഞ് വെറുതെ അലമ്പാക്കണ്ടല്ലോ എന്നുള്ള സംഭവം. സോ എന്റെ കംഫർട്ട് സോൺ ഇതാണ്. എനിക്ക് ഇങ്ങനത്തെ പാട്ടുകൾ പാടാനാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഞാൻ റോക്ക് സിംഗിങ്ങിൽ ട്രെയിൻഡ് ആയിട്ടുള്ള സിംഗറും കൂടിയാണ്. സോ ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് എല്ലാവരും വിളിക്കുന്നതും കാര്യങ്ങളും. ബട്ട് സ്റ്റിൽ ഒരു സോങ് ഇതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടിരിക്കുന്ന ഒരു സോങ് മഹാവീരകളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. മായാസറം എന്നാണ് അതിന്റെ സോങ് നെയിം. സോ അതൊരു സൈക്കഡലിക് കൈൻഡ് ഓഫ് ഒരു സോങ് ആണ്. അതും യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഇങ്ങനെയല്ല, ഇതല്ല ഞാനാണെന്ന് തോന്നൂലായിരിക്കും ചിലപ്പോ, പക്ഷെ ഞാനാണ്. ഇപ്പം എമ്പുരാൻ റിലീസിന് ശേഷം എനിക്കൊന്നു ഈ ട്രെയിലർ വന്നതിന് ശേഷം തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും പല രീതിയിൽ. കാരണം നമ്മളെ ഒരു സിംഗർ എന്ന രീതിയിൽ നമ്മളെ പാഷന്റെ നമ്മൾ ഫോളോ ചെയ്ത് പോവാണ്. അത് സക്സസ് ആയി ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ട്, അല്ല ഇത്രയും വർഷത്തെ ഒരു എന്താ പറയാ കഷ്ടപ്പാടിന്റെ ഒരു റിസൾട്ട് ആണല്ലോ നമുക്ക് കിട്ടണേ. ആളുകളിലേക്ക് ഇത് എത്തി എന്ന് മനസ്സിലാക്കിയ ഒരു മൂമെന്റ് ഉണ്ടല്ലോ, അപ്പൊ തോന്നിയ ശരിക്കും എന്ത് ഫീൽ എന്താ? ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. ലൈക്ക് എല്ലാവരോടും, എന്റെ കൂടെ ഇത്രയും നാളും എന്റെ ജേർണിയിൽ ഉണ്ടായിരുന്ന എല്ലാവരോടും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. പിന്നെ ഇപ്പൊ ഉൾപ്പെടെ ആൾക്കാർ എന്നെ കമന്റ് ചെയ്യുന്നുണ്ട്, ടാഗ് ചെയ്യുന്നുണ്ട്. ഇനീഷ്യലി ട്രെയിലർ ഇറങ്ങിയപ്പോഴത്തേക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആരാണ് സിംഗർ എന്നുള്ളത്. കാരണം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ജെയ്ക്സ് ബിജോയ് സാറാണോ അല്ലെങ്കിൽ ഉഷ ദീദി തന്നെയാണോ പാടിയിരിക്കുന്നത്, അങ്ങനെ കുറെ കൺഫ്യൂഷൻ ഉണ്ടായി. പക്ഷെ ഞാനപ്പോ അതിന്റെ അടിയിൽ കമന്റ്സ് എല്ലാം നോക്കുമ്പോ എനിക്ക് അറിയാനും കൂടി പാടില്ലാത്ത കുറെ ആൾക്കാര് അത് അവരൊന്നും അല്ല, ആനന്ദ് ശ്രീരാജ് എന്ന് പറഞ്ഞ സിംഗർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡബിൾ ഡി കെ കോൺസേർട്ടിൽ കണ്ട ആൾക്കാരാണ് ആ മെൻഷൻ ചെയ്തേക്കുന്നത്. സോ അതെല്ലാം കാണുമ്പോഴത്തേക്കും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓരോ ടാഗ് വരുമ്പോഴും എല്ലാം നമുക്ക് ആക്ച്വലി ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ട് ഒരു 10 സെക്കൻഡ്സ് എങ്കിൽ 10 സെക്കൻഡ്സ് അവർ സ്പെയർ ചെയ്യാണ് എന്നെ കണ്ടുപിടിച്ച്, എന്റെ ID കണ്ടുപിടിക്കാനും. ഞാൻ വലിയ സംഭവം ഒന്നുമല്ല. സോ അത് കണ്ടുപിടിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. സോ അത് കണ്ടുപിടിച്ച് എന്നെ ടാഗ് ചെയ്യാനും അതിൽ കമന്റ് ഇടാനും ആൾക്കാര് ഇഷ്ടപ്പെട്ടെന്ന് പറയാനൊക്കെ ഉള്ളൊരു സംഭവം. ഇറ്റ്സ് ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഒരിക്കലും ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത്. സോ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു മൊമെന്റ് കൂടിയായിരുന്നു. അപ്പൊ ഇപ്പോഴും പറയുമ്പോഴത്തേക്കും ആ ഒരു സാധനം വരുന്നുണ്ട്. എനിക്കൊന്ന് ഒരുപാട് ഓഡീഷനിൽ പോയിട്ടുണ്ടാവും, പല സിംഗേഴ്സിനും അല്ലേ അവസരമൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അന്ന് നോ പറഞ്ഞിട്ട് വേണമെങ്കിൽ തിരിച്ചു വിട്ടിട്ടുണ്ടാവും. അത്ര സിറ്റുവേഷൻ ഒക്കെ നമ്മുടെ ലൈഫിൽ നടക്കുമല്ലോ. പക്ഷെ ഇന്ന് അത് മുഴുവനായിട്ട് ഇപ്പൊ ഈ നോ പറഞ്ഞവരൊക്കെ ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും. വിളിച്ചാൽ മതി. അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നോ? എനിക്ക് ആക്ച്വലി അങ്ങനെ നോ പറയുന്ന വെച്ചാൽ ഞാൻ അന്ന് ചിലപ്പോൾ നമ്മൾ ഇത്രയും അപ് ടു ദ മാർക്ക് സിംഗർ അല്ലായിരുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവരന്ന് റിജക്ട് ചെയ്ത് വിട്ടത്, ശരിയാകുന്നില്ല എന്നുള്ള സംഭവം. നമ്മളെ തന്നെ ട്രെയിൻ ചെയ്താണല്ലോ നമ്മൾ ഒരു സെഗ്മെന്റിലേക്ക് എത്തുന്നത്. അപ്പൊ ഫോർച്ചുനേറ്റ്ലി ദീപക് സാറിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് എന്തോ ഒരു പരിപാടി എനിക്ക് നടന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സാധനത്തിലായിരിക്കും ആൾക്ക് ക്ലിക്കായേ. പിന്നെ പറഞ്ഞ പോലെ ഇപ്പൊ അന്ന് നോ പറഞ്ഞ ആൾക്കാർക്ക് അന്നത്തെ ആനന്ദിന്റെ സിംഗ് അത്ര സുഖം ഉണ്ടാകുന്നുണ്ടാവില്ല ചിലപ്പോ. കാരണം ലുക്കിംഗ് ബാക്ക് ഞാനും ഒരു 4-5-6 years മുന്നുള്ള സിംഗിങ് സ്റ്റൈൽ നോക്കുമ്പോഴാണെങ്കിലും I came a long way from that. പാടി I came a long way. So definitely that thing is there. എല്ലാവരുടെയും കൂടെ ഒരു ദിവസം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാഗ്രഹം. ഇപ്പൊ രാജേട്ടന് പണ്ടൊരു ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10 വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ. പാടിയ ഒരു സിംഗർ എന്ന നിലയിൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഞാൻ എവിടെയായിരിക്കും, എന്ത് ചെയ്യായിരിക്കും? ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ആഗ്രഹം ഇൻഡിപെൻഡന്റ് മ്യൂസിക് സീനിൽ തന്നെ നല്ല രീതിയിൽ ലൈക്ക് നമ്മുടെ ബാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ ടൂറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ലൈക്ക് ഇൻഡിപെൻഡന്റ് മ്യൂസിക് സീനാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മെയിൻ ലക്ഷ്യം വന്നിരിക്കുന്നത്. നമ്മുടെ ട്രാക്സ് നമ്മൾ കമ്പോസ് ചെയ്ത് നമ്മൾ എഴുതിയ സാധനങ്ങൾ ആൾക്കാർ കേൾക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുള്ള കൂട്ടത്തിലുള്ള ആളാണ്. അതെ, അതുപോലെ തന്നെ സംഭവിക്കട്ടെ. ഇപ്പൊ എമ്പുരാൻ റിലീസ് ആകുമ്പോൾ തന്നെ ഇപ്പൊ ടിക്കറ്റ് ഒന്നും കിട്ടാനില്ല, ഫുള്ളായിരിക്കാണ്. ഞങ്ങൾക്കൊന്നും ടിക്കറ്റ് കിട്ടിയിട്ട് പോലും ഇല്ല. പക്ഷെ നമ്മള് ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഈ കാസ്റ്റിംഗ് ഒക്കെ അതിലുണ്ട് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു, അറിയായിരിക്കുമല്ലോ? ഇല്ല, ആ ഒരു പോർഷൻ ഞാൻ ദീപകനോട് ഞാൻ പറഞ്ഞു, ഒരു 6 months ആയിട്ട് ഞാൻ ദീപകന്റെ അടുത്ത് പോയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ സോങ്സിന് ഇതിലുള്ള എല്ലാ പാട്ടുകളും വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ആളുടെ അടുത്തുണ്ട്. എല്ലാത്തിനും ട്രാക്ക് ഞാനാ പാടിയേക്കുന്നത്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ആ ഡ്രാഗൺ മനുഷ്യൻ എനിക്ക് കൂടി ഒന്ന് കാണാൻ കിട്ടിയായിരുന്നെങ്കിൽ. കാരണം പാടുന്ന സീക്വൻസുകൾ എനിക്ക് ജസ്റ്റ് കാണിച്ചു തരും, നമുക്ക് ഫീൽ കിട്ടാൻ വേണ്ടിട്ട്. കാരണം എന്നാലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് സീക്വൻസ്, ഇതാണ് ഇതിന്റെ വൈബ്, ഇതിന് തൊട്ടു മുന്നേ ഇങ്ങനെ സംഭവിച്ചിട്ടാണ് ഇവിടെ ഇപ്പൊ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞ് ആളെന്നെ ആ സീക്വൻസുകൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡ്രാഗന്റെ ഒരു തീം സോങ് കൂടി ഉണ്ടാകും എന്നുള്ള സംഭവത്തിലേക്കാണ്. പക്ഷെ ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടില്ല. ആ സംഭവം കാണിക്കാത്തതാണോ അല്ലെങ്കിൽ അറിയാണ്ട് ഇതായത് പോകാറില്ല. ബട്ട് സ്റ്റിൽ അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടില്ല. സോ അതിൽ തീം സോങ് ആളുടെ തീം കാണിക്കുമ്പോഴത്തേക്കും ആൾക്ക് വോക്കൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് എന്നെ കൊണ്ട് പാടിച്ചേരും. എങ്കിലും സർപ്രൈസ് ആയിട്ടുള്ള കുറച്ച് കാസ്റ്റിംഗ് അതിലുണ്ടാവും. നമ്മളെ
ഞെട്ടിക്കുന്ന ഞാനിപ്പോ കണ്ടതില് ലൈക്ക് നമുക്ക് കുറച്ച് പുതിയ ആൾക്കാർ കലക്കം പരിപാടിയൊക്കെ അങ്ങനെ മൂവി ആസ് സച്ച് ഒരു ഭയങ്കര ഒരു പാക്കേജ് ആയിരിക്കും എല്ലാം കൊണ്ട്. കാരണം നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഞാൻ കാണുന്ന ഷോർട്സ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദീപകണ്ണൻ കമ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് പെട്ടെന്ന് ബൗൺസ് അടിച്ച് കൊടുക്കുന്ന ഷോർട്സ് ആണല്ലോ. അപ്പൊ പെട്ടെന്ന് ഇതാണ് ദീപക് എന്ന് പറഞ്ഞാൽ അപ്പൊ ലൈക്ക് ഭയങ്കര റോ ഫൂട്ടേജ് ആണ് കാണുന്നത്. അപ്പൊ ഇതില് ഒരു റോ ഫൂട്ടേജ് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ദീപകണ്ണ സ്ക്രീൻ മേളിലായിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിങ്ങനെ കണ്ടിട്ട് ഞാൻ വായൊക്കെ പൊടിച്ച് അങ്ങനെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഇരുന്നപ്പോ ദീപകണ്ണൻ തിരിഞ്ഞു നോക്കി, അത് എന്താ പറ്റിയ ഞാന് എന്റെ പൊന്നിങ്ങനെ എന്താണ് ഉണ്ടാക്കി വെച്ചേക്കണത് അവസാനത്തിലേക്ക് ആയിപ്പോയി. ദീപകട്ട എന്താണ് ദീപകട്ട ഞാൻ ഒരു പ്രാവശ്യം ഇത് കണ്ട് ഞെട്ടിയതാണ്, എനിക്ക് കണ്ട് ഞെട്ടേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള സംഭവം. അത് തിയേറ്ററിൽ ഉണ്ടാവും ഡെഫിനറ്റ് ആയിട്ടും ഭയങ്കര ഒരു ഇമ്പാക്ടുള്ള സീൻ തന്നെയാണ്. ഇപ്പൊ ഞങ്ങള് പല കാസ്റ്റിംഗിലും പല നായകന്റെ പേരും ഇങ്ങനെ നമ്മള് ഓരോ ഗസ് ചെയ്ത് പറയാ. ചിലപ്പോ മമ്മൂക്കി ഉണ്ടാവും, ഉണ്ടാവാം, ചിലപ്പോ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എനിക്കറിയാൻ പാടില്ല അതൊക്കെ. ട്രെയിലർ കണ്ടോണ്ടിരിക്കുമ്പോ ആ വോയിസ് ആണ് ആളുകൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യണം. ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു രോമാഞ്ചേഷൻ ഉണ്ടല്ലോ, കിട്ടിയിരുന്നല്ലേ? സ്വന്തം പാട്ട് നമ്മള് ട്രെയിലർ ഫീൽ ചെയ്തായിരുന്നു. അയ്യോ എനിക്ക് നിങ്ങളെക്കാട്ടും കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഭയങ്കര സംഭവം. ഇപ്പൊ എനിക്ക് ഇപ്പോഴും ആ റിയാലിറ്റിയിലേക്ക് എനിക്ക് ഇപ്പോഴും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്റെ പറന്നുപോയ കിളിയൊന്നും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. സിനിമ കാണുമ്പോഴത്തേക്ക് ബാക്കിയുള്ളത് അയ്യോ സിനിമ കൂടും കൂടി പോകുന്നുണ്ട്. എന്തായാലും അടിപൊളി. അപ്പൊ എനിക്ക് ഇപ്പൊ ഒരുപാട് പാട്ടുകൾ പാടി, ഒരു സിംഗറാന്ന് എത്ര പാട്ട് പാടിപ്പിച്ചാലും മതി വരില്ല. എങ്കിലും നമുക്ക് വൈൻഡപ്പിന് മുമ്പ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട്, അത് രണ്ടുപേരും എന്നല്ല, കുറച്ച് വലിയൊരു സോങ് തന്നെ പാടിത്തരണം. ശരി. பார்த்து பழகியே நாங்கு விருங்கலில் நடையுன்னை பாவனை மாற்றி விட்டார். சாலை முறைகளில் துரித உணவுகள் வங்கையுன்னை வாடிக்கை காற்றி விட்டார். உச்சம் கொன்றை தென்றலாய் இவளாயுள் வீணமின்றலாய் உனக்கேற்றானதே தடுமாலை கொன்றேனே. ஒவ்வொரு மாலை இளவையில் நேரம் அழகான இலையுதிர்காலம். சற்று தொலைவில் அவள் முகம் பார்த்தேன், அங்கே தொலைந்தவள் ഇത് അഞ്ചേട്ടൻ എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും അടിപൊളിയായിരിക്കട്ടെ. എനിക്ക് ഫുൾ സോങ് കേൾക്കാൻ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. അപ്പൊ ഈ വർഷം നിങ്ങൾ ആഗ്രഹം പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ ഞാൻ വിഷ് ചെയ്യണം. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.